ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. രാവിലെ സമയം ഒരു 5:45 ആയിട്ടുണ്ട്. പുറത്തൊക്കെ വെളിച്ചം വരുന്നുള്ളൂ കേട്ടോ. ദിവസം പയ്യെ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു ഫ്രഷ് മോർണിംഗ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ ആണെങ്കിലും ജോലിയുള്ളൊരു ദിവസമാണ്. കാരണം നമുക്ക് ഓൾട്ടർനേറ്റ് സാറ്റർഡേയ്സ് വർക്കിംഗ് ആണ്. അപ്പം കുട്ടികളുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ജോലിയുണ്ട്. അങ്ങനെയുള്ളൊരു ദിവസമാണ്. മോന് മദ്രസയിലെ എക്സാമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അവൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 9:30 സമയത്താണ് കേട്ടോ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം പണികളൊക്കെ തീർക്കാൻ നോക്കും. അപ്പോൾ അതാ നമ്മുടെ കിച്ചൺ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. അത്യാവശ്യം നീറ്റാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ തന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒന്നെടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ആക്കണമല്ലോ. അപ്പോൾ ഞാൻ വെള്ളക്കടല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ വെള്ളക്കടല വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ സവാളയൊക്കെ വഴറ്റി അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാ ഐറ്റംസും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി തിരുമ്മി പിടിപ്പിച്ച് വേവിച്ചെടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ വഴറ്റുന്ന സമയമൊക്കെ ലാഭിക്കാമല്ലോ. സവാള നന്നാക്കി വെക്കുക അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷൻസും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ തന്നെ പെട്ടെന്ന് സവാള ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു പണിയല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്കവാറും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ എനിക്ക് ജിഞ്ചറും ഗാർലിക്കും പൊളിച്ച് ചതച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ പണിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സവാള അരിയുന്നതും പക്ഷേ വലിയ കുഴപ്പമില്ല. ഒരു സവാളയൊക്കെ അരിഞ്ഞെടുക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ പച്ചമുളക്, തക്കാളി, വേപ്പില ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പൊടികളെല്ലാം തന്നെ അടുത്ത് തന്നെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം ഐറ്റംസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഉപ്പ് ചേർത്തു, സവാള ചേർത്തു, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു, തക്കാളി ചേർത്തു. എല്ലാം തന്നെ ഒന്നും തന്നെ ഒരു ഓർഡറോ അങ്ങനെയൊന്നുമില്ല, എല്ലാം തന്നെ ചേർക്കുകയാണ്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എല്ലായിടത്തും എല്ലാം എത്തുന്ന രീതിയിൽ കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പാകത്തിന് വെള്ളം ചേർത്താൽ നമുക്കൊരു വെള്ളക്കടല വേവാനുള്ള വിസിൽ കൊടുക്കുക. വെന്ത് വരുമ്പോൾ കടല വെന്ത് വരുമ്പോഴത്തേനും എല്ലാം മസാലകളും പിന്നെ അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന സവാള അതെല്ലാം നല്ലപോലെ അലിഞ്ഞ് നല്ലൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചധികം നമ്മൾ വിസിൽ കൊടുക്കുക. കടല ഒത്തിരി അങ്ങ് വെന്ത് പോകരുതെന്നേ ഉള്ളൂ. അപ്പം നല്ലൊരു കറിയായിട്ട് തന്നെ കിട്ടും. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയായിരിക്കും. അപ്പം നമുക്കിങ്ങനെ വഴറ്റാനൊന്നും ടൈമില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാക്കണമെങ്കിൽ ഇത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റി കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വേഗം തന്നെ പരിപ്പ് വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പൊന്ന് കുതിർന്നാൽ നമുക്ക് എന്താ പറയുക, വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ സാമ്പാറിന് എപ്പോഴും പരിപ്പ് ചേർത്തുള്ള സാമ്പാറാണ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അതും അവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്ത് പോവാണ് കേട്ടോ. മോർണിംഗ്സ് എപ്പോഴും ഇങ്ങനെയാണ്, നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ പൊതുവേ മിക്ക ദിവസവും ഇവിടെ കോൺ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഒരു കോൺ ഇതുപോലെ ഹാഫാക്കിയിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുക്കും. മോൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ മോനെ കൊണ്ടും ഒന്ന് കഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവൻ കഴിക്കും. അപ്പോൾ രാവിലത്തെ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ മോള് ബാക്കി അത് സ്നാക്കിന് കൊണ്ടുപോകും. അപ്പം റെഗുലർലി ഞാനിവിടെ ലുലു പോകുമ്പോൾ എപ്പോഴും കോൺ കുറച്ചധികം സ്റ്റോക്ക് ചെയ്യും, എന്നും എടുക്കാൻ പാകത്തിന്. ഒരു വീക്കിന് 1-2 ദിവസം മിസ്സാവുമായിരിക്കും. ബാക്കി എല്ലാ ദിവസവും ഒരു കോൺ വെച്ചിട്ട് രാവിലെ പുഴുങ്ങും. അപ്പം അത്യാവശ്യം അതിൽ വാട്ടർ കണ്ടൻ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്. അങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ എന്നുള്ളതിൽ ഞാൻ അതും കൂടി ചെയ്യാറുണ്ട്. അങ്ങനെ കോൺ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പുട്ടിന് നനയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ്, വെള്ള കടലക്കറി. തിരക്കുള്ള ദിവസം ഒത്തിരി അങ്ങ് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ മിക്കവാറും പുട്ട് തന്നെയാണ്. പുട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ആയതുകൊണ്ട്
പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിക്കാറില്ല. കാരണം ജസ്റ്റ് ഒന്ന് ഉപ്പ് വെള്ളത്തിൽ നനച്ചെടുത്താൽ നമുക്ക് നമ്മുടെ ഐറ്റം റെഡിയാണല്ലോ. അപ്പോൾ ഞാൻ മറ്റൊന്നും ആലോചിക്കാറില്ല. നമുക്ക് വീട്ടിലെല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ടാണെങ്കിലും എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല, ഹെൽത്തി ആണെങ്കിൽ. പിന്നെ എനിക്കിപ്പോഴും ഒരു സെറ്റിലിംഗ് ഡൗൺ പീരിയഡാണ്. ഇപ്പോഴും കുറേ കാര്യങ്ങൾ പെൻഡിങ് ആണ്. ക്ലീനിങ് മിക്കവാറും വീക്ക് ഡേയ്സിലൊക്കെ ക്ലീനിങ് പെൻഡിങ് ആണ്. പ്രോപ്പറായിട്ടുള്ളൊരു റുട്ടീൻ സെറ്റായി, എല്ലാം ഓക്കെ ആയിട്ടുള്ളൊരു സെറ്റായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പതുക്കെ റെഡിയായി വരട്ടെ. അപ്പോൾ അത്രയും നാൾ നമുക്ക് എവിടെയാണോ നമുക്ക് ലൈഫ് ഈസിയാക്കി കൊണ്ടുപോകാൻ ഏതാണോ നമുക്ക് ചെയ്യാവുന്നത് ആ എളുപ്പപ്പണികളെല്ലാം തന്നെ ചെയ്യാന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പുട്ട്, ദോശ, അപ്പം, പിന്നെ ഇടയ്ക്ക് ഉപ്പുമാവ്, പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പത്തിരി വാങ്ങും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഇടിയപ്പം ഇപ്പം വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ പുട്ട് നനച്ചതിനൊപ്പം കുറച്ച് ഓട്സ് പുട്ടും കൂടി നനച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഓട്സിൻ്റെ പുട്ട് ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും ഉണ്ടാക്കുമായിരുന്നു. അപ്പം ബാക്കി എല്ലാവരും വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഞാൻ ഓട്സ് പുട്ടും പഴമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. എന്നാലും ആ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഓട്സ് പുട്ടും കൂടി നനച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓട്സ് പുട്ട് ഉണ്ടാക്കുന്ന രീതി പറയാം. അതായത് നമ്മൾ സാധാരണ ഓട്സിലോട്ട് നമ്മൾ സാധാരണ പുട്ടിന് വേണ്ടിയിട്ട് ഒരു ഉപ്പിൻ്റെ വെള്ളം റെഡിയാക്കുമല്ലോ, അത് ജസ്റ്റ് ഇതിൽ തളിച്ചിട്ട് നമ്മൾ കുഴച്ച് കൊണ്ടുവരിക. വല്ലാണ്ട് അങ്ങ് കുഴയരുത്, എന്നാൽ ഒരു നനവ് കിട്ടാതിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴയുന്ന പോലെ ആക്കിയിട്ട് നമ്മളവിടെ കുറച്ച് നേരം സെറ്റ് ഒരു 10 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേനും അത് ഡ്രൈ ആയി വരും. അങ്ങനെ ഡ്രൈ ആയാൽ നമുക്ക് വേഗം തന്നെ മിക്സിയിലിട്ട് അടിക്കുക. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്നൊരു പൾസ് ചെയ്യുമ്പോഴൊക്കെ ആവത്തില്ലേ, അതുപോലെ ജസ്റ്റ് നന്നായിട്ട് മിക്സായി വരും. അതാണ് കറക്റ്റ് പാകം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഓട്സ് റെഡിയാക്കിയാൽ. അതുപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ അരി ഭക്ഷണം വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓട്സ് കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി കാലറീസ് നമുക്ക് കുറവുണ്ടാവും. എനിക്ക് നല്ല വ്യത്യാസം കിട്ടിയിരുന്നതാണ് നമ്മൾ ഓട്സ് പുട്ട് റെഡിയാക്കിയപ്പോൾ. അപ്പം ഞാൻ പുട്ടുണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഈ ഇൻഡക്ഷൻ സ്റ്റൗ ആണ് കേട്ടോ. അപ്പം പക്ഷേ എൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുള്ളായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് പിന്നെ ഓഫായി പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു അറ്റംപ്റ്റ് ഉപേക്ഷിച്ച്. കാരണം ഈ ഒരു പുട്ടുകുടം വെക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ഇൻഡക്ഷൻ സ്റ്റൗ ആണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോഴത്തേനും കുറച്ചൊരു സ്റ്റഡി അല്ലാത്ത പോലെ തോന്നും. പിന്നെ സ്റ്റൗവിൽ വെക്കുമ്പം പുട്ടുകുടം വല്ലാതെ അങ്ങ് ചൂടാവുന്ന പോലെ തോന്നും. ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ അത്ര അങ്ങ് എല്ലായിടത്തും അങ്ങ് ചൂടാവത്തില്ല. പക്ഷേ അതിൻ്റെ ബോട്ടം മാത്രമേ ചൂടാവുള്ളൂ. അപ്പോൾ അതും നമുക്ക് പെരുമാറാനും നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ നല്ലൊരു എളുപ്പം ഇൻഡക്ഷൻ സ്റ്റൗ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടുകുടം അൺബോക്സ് ചെയ്തത് കാണിച്ചില്ലേ, അപ്പോൾ അതാണ് കേട്ടോ പുതിയ പുട്ടുകുടം. എന്താ പറയുക, അതിൻ്റെ മേലെ നമുക്ക് കുക്കറിൻ്റെ മേലെയും കൂടി വെക്കാവുന്ന തരത്തിലുള്ള ടൈപ്പാണ് വാങ്ങിയത്. 2 തരത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതിന് മുന്നേ വാങ്ങിയത് അങ്ങനെയല്ല, നോർമൽ ടൈപ്പാണ്. അപ്പം ഇതിൽ ശരിക്കും നമ്മൾ പുട്ട് തള്ളിയിടുന്ന ആ ഒരു കോലില്ലേ, അതെന്തായാലും നമ്മൾ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിൽ നമുക്ക് എന്ത് ഒരു ചട്ടുകം, മരത്തിൻ്റെ ചട്ടുകമൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് തള്ളിയിടാം. ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കമ്പിയില്ലേ ഇതിൻ്റെ കൂടെ കിട്ടുന്നത്, അത് ഞാൻ പ്രത്യേകം സൂക്ഷിച്ച് വെച്ചേക്കാം. അതെങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് അതേപോലത്തെ സംഭവങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതെന്തായാലും ഞാൻ സേഫായിട്ട് എപ്പോഴും എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടല ഏകദേശം വെന്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം തന്നെ വെന്തുടയും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനിതിൽ എണ്ണ ആദ്യമേ ചേർക്കാൻ വിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. കാര്യം നമ്മൾ സവാളയൊക്കെ വഴറ്റുമ്പോൾ എണ്ണ ചേർക്കുമല്ലോ, ഇതിൽ നമ്മളങ്ങനെ വഴറ്റാത്തതുകൊണ്ട് എണ്ണ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ എണ്ണയൊക്കെ കുറച്ചെടുക്കണം എന്നുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ. ഒത്തിരി അങ്ങ് ടേസ്റ്റ് കിട്ടില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പണികൾ അവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അതായത് ഞാനിപ്പം ഓൾമോസ്റ്റ് 1 മന്തായി ജോലിക്ക് കയറിയിട്ട്. 10 വർഷം നമ്മൾ ഹോം മേക്കർ തന്നെ ആയിരുന്ന ഒരാൾ
അതിലോട്ട് മാറുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ എളുപ്പമായിരുന്നു. കാരണം ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്ന കമ്പനി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ അത് എനിക്ക് ആ ഒരു രീതിയിലുള്ള സ്ട്രെസ്സൊന്നും എനിക്കധികം കിട്ടിയില്ല കേട്ടോ. പക്ഷേ നമുക്ക് എന്തായാലും വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് മുന്നേ കിട്ടിയിരുന്ന സമയം നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലുള്ള ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവും. പ്രഷർ മാത്രമല്ല, നമ്മൾ മുന്നേ നല്ല ഭംഗിയിൽ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാതെ ക്ലീനിങ് ഒക്കെ പെൻഡിങ് വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു ഓവർ വെമിങ് ഫീലിംഗ് അത് വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതുപോലെ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ, അപ്പം നമുക്ക് മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങൾ, കുറേ നല്ല കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടിയും മുന്നേ ചെയ്തിരുന്ന നമ്മളത് സെറ്റായൊരു റുട്ടീനിൽ നിന്ന് മാറുമ്പോൾ ശരിക്കും നമുക്കത് ഫിസിക്കലിയും മെൻ്റലിയും നമുക്ക് നല്ലൊരു പ്രഷർ തരും. പക്ഷേ നമ്മൾ ആ ഒരു മാറ്റം ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഒരു കഷ്ടപ്പാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു കാലയളവിൽ നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് വർക്കിംഗ് മദേഴ്സിൻ്റെ വീഡിയോസ് ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ട് അവരെങ്ങനെയാണ് അവരുടെ വീടും അതുപോലെ ജോലിയും എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ യൂട്യൂബും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് ഒരുപാട് ടിപ്സ് നമുക്ക് ഈ ഡെയിലി വ്ളോഗ്സ് കാണുമ്പോൾ കിട്ടുമല്ലോ. അങ്ങനെ കണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തലേദിവസം എങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം, പിന്നെ എങ്ങനെ സ്പീഡിൽ പണികൾ തീർക്കാം, എങ്ങനെ നമുക്ക് ടൈം കുറച്ച് കൊണ്ടുവരാം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ ശരിക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം വലിയ തെറ്റില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 20% ഓക്കെ ആയെന്ന് പറയാം. ബാക്കി ഇനി 80% വരെ എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. ബാക്കി പറ്റുന്ന സമയത്ത് ചെയ്യും, ജോലി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് ഓരോ വീക്ക് കഴിയും തോറും നമുക്ക് ചിലപ്പം ഇത് എളുപ്പമായി വരുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഓട്സ് പുട്ട് എന്താ പറയുക പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആവിയേറ്റി എടുത്താൽ മതി. കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ സെറ്റാക്കണം. അപ്പോൾ ഞാൻ ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് സെറ്റാക്കുകയാണ് കേട്ടോ. മോൻ കറക്റ്റായിട്ട് സ്കൂളിൽ പോയാൽ ആ ഒരു ടൈമാണ് എൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് കുറച്ചൊരാശ്വാസമാണ്. പിന്നെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുകയും ചെയ്തു. പിന്നെ 8-10 വരെ മോൾക്ക് റെഡി ആവാനുള്ള സമയമുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ സെപ്പറേറ്റ് ലഞ്ചൊക്കെ ആക്കുവാണെങ്കിൽ ഈ ഒരു ടൈമിലാണ് ആക്കുക. പിന്നെ ലഞ്ചും സ്നാക്കും ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈമിലാണ് ഒന്നില്ലെങ്കിൽ താഴെ പോയി നടക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു 20-25 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. ഇനി ഈ കുറച്ചുകൂടി ലഞ്ച് ഒക്കെ സെപ്പറേറ്റ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം 2 പേർക്കും ഒരേ പോലെ ലഞ്ചാണ്. അപ്പോൾ 2 പേരെയും ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് കേട്ടോ. കോൺ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് മോന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് കുറേശ്ശെ കഴിപ്പിക്കും. ഒരു ഇച്ചിരി ആണെങ്കിൽ ഇച്ചിരിയും അവർ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോൺ. അപ്പോൾ എന്തായാലും മോൻ ഇച്ചിരി കഴിച്ചാലും ബാക്കി സ്നാക്കായിട്ടാണെങ്കിലും മോൾക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പം നല്ല നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ജസ്റ്റ് എടുത്ത് പുഴുങ്ങാനുള്ളൂ. പിന്നെ അതിൻ്റെ തൊലി കളയാനാണെങ്കിലും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈസി ഓപ്ഷൻസ് നോക്കിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ അന്ന് ആക്ച്വലി കുറച്ച് സമയം ഡിലേ ആയതുകൊണ്ട് ഞാൻ പിന്നെ നടക്കാനും വർക്കൗട്ടിനും ഒന്നും നിന്നിട്ടില്ല. പിന്നെ ഞാൻ വേഗം സാമ്പാറിനുള്ള പരിപ്പ് കൂടി ഒന്ന് വേവിക്കാൻ വെക്കാമെന്ന് വെച്ചിട്ട് അത് ചെയ്യാണ് കേട്ടോ. സാമ്പാർ കഷ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പരിപ്പ് വേവിച്ചിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ അത് ആഡ് ചെയ്ത് സാമ്പാർ ഉണ്ടാക്കുന്നത് എളുപ്പമുള്ള പണിയാണ്. സാമ്പാർ കഷ്ണം അരിഞ്ഞെടുക്കുന്ന ഒരു പാട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചിലപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കും, അതല്ലെങ്കിൽ ഞാനൊരു 12 മണിയാകുമ്പോഴാണ് ബാക്കി കുക്കിംഗ് ചെയ്യുക.
പിന്നെ പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി ഇല്ലാത്തൊരു ദിവസമാണെന്ന്, അതുകൊണ്ട് തന്നെ പാത്രങ്ങൾ കംപ്ലീറ്റ് തന്നെ നമ്മൾ കഴുകിയെടുക്കണം. അപ്പോൾ എന്തായാലും അതും വേഗം തന്നെ ചെയ്ത് തീർക്കുകയാണ്. പിന്നെ ഇനി ഒരുപാട് സമയമില്ല ജോലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്രങ്ങൾ കഴുകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ക്വിക്ക് ക്ലീനിങ്, നമ്മളുടെ വിചാരിച്ച അത്ര തൃപ്തിയിലുള്ളൊരു പിക്കപ്പ് റൂട്ടീൻ അല്ലെങ്കിലും പെട്ടെന്നൊന്ന് പോയിട്ട് എല്ലാ റൂമിലും പോയിട്ട് പറ്റാവുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ് എടുത്ത് വെക്കും. പിന്നെ നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യേണ്ടാത്തതുകൊണ്ട് നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ഒരു സാവകാശം കിട്ടുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തെടുക്കാമല്ലോ. ഇപ്പോൾ സമയം 8:45 ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ചായയും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് ഓട്സ് പുട്ടും ഉള്ളത് കൊണ്ട് കുറച്ചൊരു ഹെൽത്തി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓട്സ് പുട്ടും വെള്ളക്കടലക്കറിയും പിന്നെ ചായയും. അപ്പോൾ ചായയിൽ മാക്സിമം ഞാൻ മധുരം കുറച്ച് കൊണ്ടുവരുവാണ്. മധുരം ചിലപ്പം ജാഗറി ഇടാറുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ദാ ഇനിയിപ്പം ജസ്റ്റ് ഒരു കിച്ചൺ ഒന്നും കൂടി ഒന്ന് ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പെട്ടെന്നൊരു ക്വിക്ക് ക്ലീനിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്ക് കയറണം. ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പിക്കപ്പ് ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ക്ലീനിങ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള വ്ളോഗ്സ് പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. പറഞ്ഞ പോലെ പുതിയ ചേഞ്ചസ് ആക്സെപ്റ്റ് ആയി വരുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ടിരിക്കാം. ചേഞ്ച് എപ്പോഴും നല്ലതാണല്ലോ. ഇച്ചിരി ഡിസ്കംഫേർട്ട് നമുക്ക് ഉണ്ടാക്കുമെങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു ചേഞ്ച് നമ്മളെപ്പോഴും വളർച്ചയുടെ ഭാഗത്തോട്ട് തന്നെയായിരിക്കും നയിക്കുന്നത്. വീഡിയോസ് എനിക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും പറ്റുന്ന പോലെയൊക്കെയാണ് ഇപ്പോൾ ഇടാൻ ശ്രമിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള റുട്ടീനൊന്നുമില്ല. മൺഡേ തേഴ്സ്ഡേ ആണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, പക്ഷേ ലാസ്റ്റ് വീക്ക് അതും പറ്റിയിട്ടില്ല. ഈ വീഡിയോ എൻ്റെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതെന്തായാലും പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാൻ വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. പറ്റുന്ന പോലെ ഞാനതൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇപ്പം എന്തായാലും സ്ലോ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമ്മളെല്ലാ കാര്യവും നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.